ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരം അരുളി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്നാണ് ഞാൻ ഈ ഭാഗം അങ്ങേ വായിച്ചു കേൾപ്പിച്ചത്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും ഉത്തരം തരുന്നവനാണ്. എന്നാൽ അതിന് ദൈവികമായ നിബന്ധനകൾ ഉണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് ദൈവപ്രസാദം ലഭിക്കുമാറ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്രായേലിനു വേണ്ടി ശമൂവേൽ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അരുളിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തതാണ്. എന്താണത്? അവരുടെ കുറ്റത്തെ ഏറ്റുപറഞ്ഞ് യഹോവയോട് വിലപിച്ചു എന്നുള്ളതാണ് നാം 2-ാം വാക്യത്തിൽ കണ്ടത്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേൽ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 70-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയ്ക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിനുള്ള 2ാമത്തെ നിബന്ധനയോട് ബന്ധപ്പെട്ട് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യം ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തുരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവിടുന്ന് നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം അരുളുകയും ചെയ്യണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം. അതുമാത്രം പോരാ, അന്യദൈവന്മാരെ ഉപേക്ഷിക്കണം. കർത്താവിങ്കിലേക്ക് മാത്രം ഹൃദയത്തെ ചായ്ക്കണം. കർത്താവിനെ മാത്രം സേവിക്കുകയും ചെയ്യണം. വാസ്തവത്തിൽ ഈ വിഷയങ്ങളെല്ലാം അനേക സമയമെടുത്ത് നാം ഹൃദയത്തിൽ ചിന്തിച്ച് ദൈവത്തെ പിൻപറ്റേണ്ടുന്നവരാണ്. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയണം, അന്യദേവന്മാരെ ഉപേക്ഷിക്കണം, കർത്താവിങ്കിലേക്ക് മാത്രം ഹൃദയത്തെ ചായ്ക്കണം, കർത്താവിനെ മാത്രം സേവിക്കുകയും വേണം. ഇത് ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കണിശമായിട്ടും നാം അത് അനുസരിക്കാനായിട്ട് തന്നെയാണ്. അതിൽ നമുക്ക് യാതൊരു ഒഴിവ് കഴിവുമില്ല. നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്ക്യൂസുകളും സ്വർഗം കേൾപ്പാൻ ആഗ്രഹിക്കുന്നില്ല. യഹോവയെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ എന്നുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം 10 കൽപ്പനകളിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ട് എത്തിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. ആ പ്രതിമകളെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എത്ര വ്യക്തമായിട്ടാണ് ദൈവം അതിൻ്റെ ആധികാരികതയിൽ കാര്യങ്ങൾ തൻ്റെ ജനത്തോട് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് സ്വർഗത്തിലെ ദൈവം ആവർത്തിച്ചു പറയുന്ന കാര്യമെന്താ? യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. അത് തന്നെയുമല്ല, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. പ്രിയപ്പെട്ടവരെ, നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ,
ഞാൻ ദൈവ പൈതലാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന വിഷയം എന്താ? ദൈവം പറയുന്ന വിഷയങ്ങൾക്ക് പരിപൂർണമായ അനുസരണം കാണിക്കണം. ഇവിടെ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ നാമത്തെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് തീഷ്ണതയുള്ള ദൈവമാണ്, നിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കർത്താവിനെ തന്നെ സേവിക്കണം, യഹോവയെ തന്നെ സേവിക്കണം, അന്യ ദൈവങ്ങളിലേക്ക് ഹൃദയം തിരിയരുത് എന്നുള്ളത് ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്. ഇസ്രായേൽ ജനത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഇറങ്ങി വന്ന് അവിടുത്തെ ജനത്തിന് നൽകിയ കൽപ്പനകൾ ആ പിതാക്കന്മാരെ പോലെ തന്നെ പിന്നീടുള്ള തലമുറകളും ലംഘിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് എത്ര വലിയ പാപമാണ്! ഇത്ര വ്യക്തമായിട്ടുള്ള കൽപ്പന ലഭിച്ചിട്ടും അവരുടെ ഹൃദയം കർത്താവിങ്കൽ ഏകാഗ്രമായി ഇരിക്കാതെ അവരുടെ ഹൃദയം പലപ്പോഴും അന്യ ദൈവങ്ങളിലേക്ക് തിരിയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ഹൃദയം പലപ്പോഴും ദൈവം വെറുക്കുന്ന കാര്യങ്ങളിലേക്ക്, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലേക്ക്, ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് തിരിഞ്ഞു പോകുന്നില്ലേ എന്നുള്ളത് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടുന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ലഘുവായി കാണരുത്, ഇത് ചെറുതായിട്ട് ചിന്തിക്കരുത്. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം കർത്താവിങ്കൽ ഏകാഗ്രമാകുകയും കർത്താവിനെ തന്നെ പിൻപറ്റുകയും കർത്താവിനെ സേവിക്കുകയും വേണമെന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താതിരിക്കുവാൻ തരമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ വ്യക്തമായി നാം ഓർക്കണം. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തത് ദൈവത്തെ മാത്രം നാം പിൻപറ്റുക, ദൈവത്തെ മാത്രം സേവിക്കുക, മാറ്റിക്കളയേണ്ടതിനെ മാറ്റിക്കളയുക എന്നുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് നാം പലപ്പോഴും അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ടാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ല. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളുവാൻ മനസ്സുള്ള കർത്താവാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ പിൻപറ്റുന്ന കാര്യത്തിൽ, ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ, ദൈവം നൽകിയ കൽപ്പനകൾ മനസ്സിലാക്കിയിട്ടും അതിനെതിരെ നാം നമ്മുടേതായ ഉപശാന്തികൾ പറയുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുകയും ഉത്തരം തരാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ നമുക്ക് ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ഒന്ന് വിലയിരുത്തി കണ്ണുനീരോടെ വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.